പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് സംസാരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 25 മുതൽ 36 വരെയുള്ള വചനങ്ങളിലൂടെയാണ്. അവിടെ പൗലോസ്ലീഹ വഴിയായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരോടുമായിട്ട്, പ്രത്യേകിച്ചും നമ്മോട് ഓരോരുത്തരുമായിട്ട് പറയുകയാണ്, സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഒരു രഹസ്യം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഇസ്രായേലിൽ കുറേ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ. അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രം. പരിശുദ്ധാത്മ പറയാണ്, ഇസ്രായേലിൽ കുറേ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ. അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രം. ഇസ്രായേൽ ഗോത്രം എന്ന് പറയുന്നത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. അവരിൽ കുറച്ചു പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ. അത് വിജാതികൾ ദൈവമുമ്പാകെ സ്വീകരിക്കപ്പെടേണ്ടതിന് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രമാണ് അവരുടെ ഹൃദയം അങ്ങനെ കഠിനമായി പോയത്, അല്ലെങ്കിൽ അന്ധകാരമയമായി പോയത്. വീണ്ടും പരിശുദ്ധാത്മ പറയുകയാണ്, അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. തീർച്ചയായിട്ടും പറയുന്നതാണ്, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വ്യക്തമായിട്ടും പറയുകയാണ്, ഇസ്രായേൽ പൂർണ്ണമായും രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സിയോനിൽ നിന്ന് വിമോചകൻ വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. സിയോനിൽ നിന്ന് വിമോചകൻ വരും. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവൻ യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ സന്തതി പരമ്പരയാണ് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ യാക്കോബിൽ നിന്ന് അധർമ്മം അവൻ അകറ്റിക്കളയും. പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായി എൻ്റെ ഉടമ്പടിയായിരിക്കും. പിതാവും ദൈവം പറയാണ്, അങ്ങനെ തൻ്റെ പുത്രൻ വഴിയായിട്ട്, കർത്താവ് യേശുക്രിസ്തു വഴിയായിട്ട് അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായി എൻ്റെ ഉടമ്പടിയായിരിക്കും. പുതിയൊരു ഉടമ്പടിയെക്കുറിച്ചാണ് പറയുന്നത്. സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. സുവിശേഷം പുതിയ നിയമസഭയാകുന്ന കർത്താവ് യേശുക്രിസ്തു വഴി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ വഴിയായി ഇപ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. എന്നാൽ നാം ഓർത്തിരിക്കാനായിട്ട് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുകയാണ്, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാജനങ്ങളാണ്. അതായത് അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ സംബന്ധിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളും അവരുടെ വിളിയെ സംബന്ധിച്ച് ഇസ്രായേൽ ഗോത്രം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളികളും പിൻവലിക്കപ്പെടാവുന്നതല്ല. ദൈവത്തിൻ്റെ ദാനങ്ങളും വിളികളും ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്നതല്ല. അപ്പോൾ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ദൈവത്തിന് അവർ ശത്രുക്കളായി ഗണിക്കപ്പെടുന്നു ഉണ്ട് എങ്കിൽ തന്നെയും പൂർവികരെ സംബന്ധിച്ച്, പൂർവ്വപിതാക്കന്മാരെ സംബന്ധിച്ച്, ദൈവത്തിൻ്റെ വിളിയും ദാനങ്ങളെ സംബന്ധിച്ച് ഇസ്രായേൽ ഗോത്രം മുഴുവനും ദൈവത്തിന് സ്നേഹഭാജനങ്ങളാണ്. എന്നിട്ട് നമ്മോട് പറയുകയാണ്, നിങ്ങളൊരിക്കൽ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. നമ്മെ സംബന്ധിച്ച് ഇസ്രായേൽ ഗോത്രത്തിൽപ്പെടാത്ത ജാതികളായ യേശു കർത്താവ് വഴിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ വഴിയായിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കൽ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു.
ഇസ്രായേൽ ഗോത്രത്തിൻ്റെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനായിട്ടുണ്ടായ ഒരു കാരണം ഇസ്രായേൽ ഗോത്രത്തിൻ്റെ അനുസരണക്കേടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന്, അതായത് അവരുടെ അനുസരണക്കേട് നിമിത്തം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ കൃപ, ആ കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ, അതായത് ഇസ്രായേൽ ഗോത്രം, അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കുവാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. ആരും അഹങ്കരിക്കാതിരിക്കാൻ, തങ്ങളുടേതായ പ്രത്യേകമായ കഴിവ് കൊണ്ടും പ്രവൃത്തി മാഹാത്മ്യം കൊണ്ടും തങ്ങൾക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ സ്വീകാര്യത ലഭിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് ആരും പറയാൻ ഇടവരാതിരിക്കേണ്ടതിന് എല്ലാവരെയും ദൈവം അനുസരണക്കേടിലേക്ക് വിട്ടുകൊടുത്തു. നമുക്ക് വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വേദവാക്യങ്ങളാണിതെല്ലാം. വീണ്ടും പറയാണ്, ഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം. ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം. അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം, ഗ്രഹിക്കാൻ പറ്റാത്ത വിധം, അത്രമാത്രം ദുർഗ്രഹവും ദുർജ്ഞേയവുമാണ് ദൈവത്തിൻ്റെ വിധികളും ദൈവത്തിൻ്റെ മാർഗങ്ങളും. എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാരാണ്? ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാരാണ്? അവിടത്തേക്ക് ഉപദേഷ്ടാവായിരുന്നത് ആരാണ്? ഇനി തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവൻ ആരാണ്? നമ്മൾ പലരുമൊക്കെ ചിന്തിക്കാറുണ്ടോ, ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ ദൈവത്തിന് ദാനം കൊടുത്താൽ, ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെയും പലരും ചില ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. ദൈവത്തിന് കൊടുത്തിട്ട് ദൈവം ചോദിക്കുകയാണ്, തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവൻ ആരാണ്? എന്തെന്നാൽ അതിന് വ്യക്തമായി മറുപടിയാണ് പറയണത്. എന്തെന്നാൽ എല്ലാം അവിടെ നിന്നാണ്, അവിടുന്ന് വഴിയാണ്, അവിടുന്നിലേക്കാണ്. സകലതും അവിടുന്ന് നിന്നാണ്, അവിടുന്ന് വഴിയാണ്, അവിടുന്നിലേക്കാണ്. ആർക്കും അഹങ്കരിക്കാനായിട്ട് ഒരു മാർഗവുമില്ലാതെ ദൈവം എല്ലാ വഴികളെയും അടച്ചു കളഞ്ഞു. എന്നിട്ട് എല്ലാവരുടെ മേലെ തൻ്റെ പുത്രൻ്റെ കഷ്ടാനുഭവം വഴിയായിട്ട് വലിയ കരുണ, കൃപ വർഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മാത്രം എന്തോ വലിയ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അതിൽ പ്രത്യേക യോഗ്യതയുള്ളവരാണ്, മറ്റുള്ള എല്ലാവരും തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവരെന്നേക്കുമായിട്ട് ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മുന്നമേ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം അറിഞ്ഞുകൊള്ളണം. ആ രഹസ്യമാണ് ഇസ്രായേൽ ഗോത്രത്തിലെ കുറച്ചു പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യമുണ്ടായിരുന്നുള്ളൂ. അത് ജാതികളായ നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്ത് എല്ലാവരെയും സ്വീകരിക്കേണ്ടതിന് വേണ്ടിയാണ്. എല്ലാവരും സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇസ്രായേൽ ഗോത്രം രക്ഷ പ്രാപിക്കും. അപ്പോൾ ചിലരൊക്കെയും വീണുപോയവരെ, ചിലരൊക്കെയും തെറ്റിപ്പോയവരെ ഒക്കെയും കാണുമ്പോൾ നമുക്ക് തോന്നും അവരെന്നേക്കും ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന്. നാം ഒന്ന് മനസ്സിലാക്കണം, ദൈവം നമ്മോട് കരുണ കാണിക്കാൻ വേണ്ടി, കൃപ നമ്മളിലേക്ക് വർഷിക്കാൻ വേണ്ടി ദൈവം നമ്മോട് കാട്ടിയ വലിയ ദാനമാണിതെല്ലാം. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളെ കുറച്ച് കാണുവാനോ അല്ലെങ്കിൽ വീണുപോയവരെ കുറ്റപ്പെടുത്താനോ
അവരെന്നേക്കും നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ഇടവരരുത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ വഴികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്രായേൽ ഗോത്രത്തിൻ്റെ പരാജയം നമ്മുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും കാരണമായി തീർന്നുവെങ്കിൽ നാമും മറ്റുള്ളവരെ എത്രമാത്രം ചേർത്ത് പിടിക്കണം, മറ്റുള്ളവരെ എത്രമാത്രം കരുതണം എന്നുള്ളത് നമ്മൾ എന്നും മനസ്സിലാക്കി വേണം നമുക്ക് കിട്ടിയ ഈ വലിയ കൃപയിൽ, വലിയ ദാനത്തിൽ ആയിരിക്കാൻ. ആയതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നമ്മളെല്ലാവരും സർവശക്തനായ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.